നമസ്കാരം. ഞാൻ പൂർണ്ണേന്ദു തിരുവാതിര ഗ്രൂപ്പിലെ സുചിത്ര നിലയങ്കോടാണ്. നമ്മൾ പാറശാലയിൽ നിന്നും വായ്ക്കുരവയിട്ട് തിരുവാതിര ആഘോഷങ്ങളിലേക്ക് ഇന്നു മുതൽ ഇറങ്ങുകയാണല്ലോ. തുടിച്ചുകുളിയും എട്ടങ്ങാടി ഒരിക്കലും ഒരുക്കുന്നതും നെയ്തിക്കാനുള്ള 108 വെറ്റില എണ്ണി എടുത്ത് വെക്കുന്നതിലും 108 വെറ്റില എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന വെറ്റിലയല്ല ഉദ്ദേശിക്കുന്നത്. ചെറുത് ആയിട്ടുള്ള വെറ്റിലയുണ്ട്. അതിന് കർപ്പൂര വെറ്റില, അല്ലെങ്കിൽ തേൻ വെറ്റില, അതല്ലെങ്കിൽ തുളസി വെറ്റില, ഇതെല്ലാം കൂടാതെ മലപ്പുറം തിരൂർ വെറ്റില എന്ന് പോലും പറയുന്നുണ്ട്. അങ്ങനെയുള്ള വെറ്റില 108 എണ്ണിയെടുത്ത് വെച്ച് നേദിക്കുക എന്നാണ് അതിന് പറയാറ്. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ പൂർണ്ണേന്ദു കേരളത്തിന്റെ തെക്കേ അറ്റത്ത് നിന്നും വടക്കേ അറ്റം വരെ ഓരോ ദിക്കിലെയും ചടങ്ങുകൾ അറിയാനായിട്ട് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ശ്രമം ഒരുവിധം ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കോണ്ടാക്ട് ചെയ്ത എഴുത്തിമാരെല്ലാവരും തന്നെ വളരെ വളരെ സന്തോഷമായിട്ട് തന്നെ അതിനുവേണ്ടി എനിക്ക് റെക്കോർഡ് ചെയ്ത് തരണം, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലുള്ളത് ചെയ്യണം എന്നെല്ലാം ചോദിച്ച് അത് ചെയ്തു തരുന്നുണ്ടായിരുന്നു. അത്രയും നല്ല ഉത്സാഹത്തിൽ നമ്മൾ അടുത്ത തലമുറ മറന്നു പോവാതെ ഇതൊക്കെ എവിടെയെങ്കിലും നമുക്കത് ഒരു ഇതാക്കി സൂക്ഷിക്കാവുന്ന, ഡോക്യുമെൻ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്ന രീതിയിൽ തന്നെ നോക്കിക്കോളൂ എന്നുള്ളതാണ്. അത് എത്രത്തോളം നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റണില്ല. പക്ഷെ ഞങ്ങളുടെ മാക്സിമം നമ്മളത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പര്യടനത്തിൽ ഞങ്ങളുടെ ഒപ്പം സഹകരിച്ച എല്ലാ ഏടത്തിമാരോടും എല്ലാ അനിയത്തിമാരോടും ശരിക്കും ഹൃദയം തൊട്ട് സ്നേഹത്തിൽ ചാലിച്ച നന്ദി തന്നെ ഞാൻ പറയുന്നു. നമുക്ക് ആദ്യമായി തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിൽ നിന്നും മരുതറയ്ക്കൽ മഠം ലളിതാദേവി അന്തർജനം, ആ ഏടത്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. പാറശാലയിലെ വളരെ പ്രശസ്തമായ ഈ മഠത്തിലേക്ക് വന്ന അമ്മയ്ക്ക് അവിടെ നിലനിന്നിരുന്ന എല്ലാ ആചാരങ്ങളും നന്നായിട്ട് തന്നെ അറിയാം. നമുക്ക് അമ്മയുടെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. വരൂ. ചടങ്ങുകളെ പറ്റിയാണ് പറയുന്നത്. 28 ദിവസം മുമ്പേ തന്നെ തിരുവാതിര തുടങ്ങാറുണ്ട്. അത് വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ. വിളക്ക് വെച്ചൊന്നുമല്ല, എപ്പോഴെങ്കിലും ഒരു നേരം തിരുവാതിര. 12 ദിവസം മുമ്പേ രാത്രിയിൽ തന്നെ വിളക്ക് വെച്ച് അത്യാവശ്യം അടുത്തുള്ളവർ ചേർന്ന് ഒന്നിച്ച് കളിക്കാറുണ്ട്. 7 ദിവസം മുമ്പേ തുടിച്ചു കുളിക്കും. തുടിച്ചു കുളിക്കാൻ പോകുമ്പോൾ അഷ്ടമംഗല്യം അതിനുമുമ്പേ 3 കൂട്ടി മുറുക്കി തുപ്പി കഴിഞ്ഞിട്ട് അഷ്ടമംഗല്യവും ചങ്ങലവിളക്ക്, അതായത് ആദ്യം ചങ്ങലവിളക്ക്, പിന്നെ അഷ്ടമംഗല്യം. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് വാലയ്ക്കതും അവരവരുടെ കയ്യിൽ എടുത്തിട്ട് കുളക്കരയിലോട്ട് കൊണ്ടുപോയില്ല. എല്ലാവരും കൂടി നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഗംഗയെ ഉണർത്തുക. ഗംഗ ഉണർത്തുന്ന പാട്ട് ഒന്നാനാം പാൽക്കടലിൽ ഒന്നുണ്ട് പോൽ പള്ളിശങ്കൻ നാദം കേട്ട് ഉണരുണരോ ഗംഗാദേവി. അതേപോലെ 10 വരെ ചൊല്ലി കഴിഞ്ഞിട്ട് കുളത്തിലോട്ട് ഇറങ്ങുക. എല്ലാരും കൂടെ ഇത്രയും പാടിക്കഴിഞ്ഞിട്ട് കുളത്തിലിറങ്ങി ഓരോ പാട്ട് തുടിച്ചു കുളിക്കുന്ന ധനുമാസത്തിൽ തിരുവാതിര എന്ന് പറഞ്ഞ ഉള്ള ഒരു പാട്ടുണ്ട്. അതാണ് ആദ്യം പാടി തുടിക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് മലര് വറുക്കുന്നത് പോലെ ഒരു പാട്ട് പാടി തുടിക്കാറുണ്ട്. പിന്നെ സമയവും സന്ദർഭവും പോലെ എല്ലാവർക്കും പാടി ഓരോ പാട്ട് പാടി തുടിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്, സമയമുള്ളതുപോലെ. പിന്നെ തുടി കഴിഞ്ഞാൽ സാധാ പോലെ തുടിച്ച് കുളിച്ച് കയറി ചന്ദനവും കുങ്കുമവും ഒക്കെ തൊട്ട് ദശപുഷ്പം ചൂടി അലക്കിയത് മാറിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ. ഈറം കൊണ്ടുപോകില്ല. വീട്ടിൽ വന്നാൽ വെളിയിൽ തീ കൂട്ടിയിട്ടേക്കും. അതിൽ
അഷ്ടമല്യം ഒരുക്കുന്നത് വാൽക്കണ്ണാടി, ദേശപുഷ്പം, കുങ്കുമം, കൺമഷി, ചന്ദനം, അലക്കിയ വസ്ത്രം, ഇതെല്ലാം അഷ്ടമംഗല്യത്തിൽ ഉണ്ടാവണം. പിന്നെ മകയിരത്തിൻ്റെ അന്ന് രാവിലെ തുടിച്ചു കുളിച്ചു കഴിഞ്ഞ് ഇതുപോലെ പാട്ടുപാടി എല്ലാവരുമായിട്ട് ഒന്നിച്ചു കൂടി തുടിച്ചു കുളിച്ച് അലക്കിയതുമൊക്കെ മാറി ദശപുഷ്പമൊക്കെ ചൂടിക്കൊണ്ട് വന്നാൽ വീട്ടിൽ വരുമ്പോൾ വെളിയിൽ തീ കൂട്ടിയിട്ടേക്കും. അതിൽ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം, അതായത് ചേന, ചേമ്പ്, ചെറുകിഴങ്ങ്, ഏത്തങ്കായ, കാച്ചില്, കൂർക്ക, മധുരക്കിഴങ്ങ്, പയറ്, നീണ്ട പയറ് എല്ലാം ചുട്ടെടുത്ത് തോട് കളഞ്ഞ് അരിഞ്ഞ് കരിക്കും പഴവും ഏത്തൻ പഴവും ശർക്കരയും ചേർത്ത് വെച്ചിരുന്നാൽ വൈകുന്നേരം മകയിരം സന്ധ്യയ്ക്കുള്ള സമയത്ത് നേദിക്കുക. പ്രധാനപ്പെട്ട ആരെങ്കിലും ഒരാൾ നേദിക്കും. നേദിച്ചു കഴിഞ്ഞാൽ കൂടെയുള്ളവർക്ക് ആർക്കെങ്കിലും ഒക്കെ നേദിക്കണമെന്നുണ്ടെങ്കിൽ നേദിക്കാം. എല്ലാം കഴിഞ്ഞ് പുത്തൻ തിരുവാതിരയും പൂത്തിരുവാതിരക്കാരോ പുത്തൻ തിരുവാതിരയോ പൂത്തിരുവാതിരയോ ഉള്ള അതാണെങ്കിൽ അവരെ കൊണ്ട് തന്നെ നേദിപ്പിക്കും. ആദ്യം ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് നേദിപ്പിക്കും. നേദിപ്പിച്ചിട്ട് പിന്നെ എല്ലാവർക്കും ആകാവുന്നവർക്കൊക്കെ നേദിക്കാം. നേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് എട്ടങ്ങാടി കരിക്ക് എടുക്കുന്ന ആ ചിരട്ട പൊട്ടിച്ച് എല്ലാവരുടെയും കയ്യിൽ 4 കഷ്ണം വീതം ചെറുതാക്കി അത് കൊടുത്താൽ അത് 4 ദിക്കിലേക്കും പുറം നോക്കാതെ തിരിഞ്ഞു നോക്കാതെ പുറകിലോട്ട് എറിയുക. 4 ദിക്കിലേക്കും എല്ലാവരും ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് എട്ടങ്ങാടി പ്രസാദം അത് എല്ലാവർക്കും കുറേശ്ശെ കഴിച്ചു കഴിഞ്ഞിട്ട് ഗണപതിയും സരസ്വതിയും ഒക്കെ ചൊല്ലി പാട്ട് സമയം പോലെ എല്ലാവർക്കും പാടാം. എത്ര പാട്ട് വേണമെങ്കിലും പാടാം. ഇതാവില്ല, നിർത്തൂല. പാടി നിർത്തും എന്നുള്ളതല്ലാതെ നിർത്തുപാട്ട് പാടില്ല. പിറ്റേ ദിവസം തിരുവാതിര ആയതുകൊണ്ട് തിരുവാതിര തീരുന്നവരെ പിറ്റേ ദിവസവും ഇതുപോലെ തുടിച്ചു കുളിച്ചിട്ട് വന്ന് നേദ്യമുണ്ട്. നേദ്യം വിളക്ക് വെച്ച് നേദ്യം തിരുവാതിര തുടങ്ങിക്കഴിഞ്ഞാൽ കൊളുത്തുന്ന വിളക്ക് തിരുവാതിര കഴിയുന്നവരെ കെടുത്താതെ നിർത്തിയേക്കും. അത് നേദിച്ചു കഴിഞ്ഞിട്ട് വ്രതമാണ്. അരിയാഹാരം കഴിക്കില്ല, മറ്റേതെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളൂ. പിന്നെ വൈകുന്നേരം വരെ തിരുവാതിര കഴിയുന്നവരെ എനിക്കും പാട്ടുപാടി ആദ്യം കുറച്ച് സമയം നേദ്യം കഴിഞ്ഞിട്ട് കുറച്ച് കളിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിനായിട്ട് എല്ലാവരും മാറിക്കഴിഞ്ഞാൽ പിന്നീട് കളിക്കുമ്പോഴും ഗണപതിയും സരസ്വതിയും തുടങ്ങി കളിച്ചു കഴിഞ്ഞാൽ ഒരു 12-12:30 ആകുമ്പോൾ പാതിരാപ്പൂ ചൂടൽ ഉണ്ട്. പാതിരാപ്പൂ എന്ന് പറയുന്ന എന്തോന്നാ അതിന് പേര്? ചെത്തിക്കൊടുവേലി. കൊടുവേലി പൂവ് ആണ്. അത് എല്ലായിടത്തും കാണുകയല്ല, എന്നാലും ഉള്ളിടത്തുനിന്ന് അതുകൂടെ പറിച്ച് ഈ ദേശപുഷ്പം വെച്ചിരിക്കുന്നിടത്ത് കൂട്ടത്തിൽ വെച്ചേക്കും. എന്നിട്ട് പാട്ടുപാടി എല്ലാവരും കൂടെ ചെന്ന് ആ ദേശപുഷ്പം എടുത്തുകൊണ്ട് വെച്ച് ആവണിപ്പലകയിലിരുന്ന് ആദ്യം മെയിനായിട്ടുള്ള ആരെങ്കിലും ഒരാൾ എടുക്കും. 10 എണ്ണവും ഇതില്ലാതെ മുറ തെറ്റാതെ അടുക്കി എടുക്കും. എടുത്ത് ഒരു സെറ്റ് നമ്മളെ ഒഴിഞ്ഞ് താഴെ ഇടും. ഒരു ഇതായിട്ടെടുത്ത് അത് ചൂടണം. ചൂടി എല്ലാവരും അതേപോലെ ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കളിക്കണം. എല്ലാവരും കൂടെ കൂടി ആവണിപ്പലകയിലിരുന്ന് ദശപുഷ്പപ്പാട്ട്, അതായത് ആദി കറുകയ്ക്ക് ദേവതയോ എന്നൊരു പാട്ടുണ്ട്. അത് ക്രമം അനുസരിച്ച്
പാടിയിട്ട് അതേ ക്രമം അനുസരിച്ച് എല്ലാ പൂവും 10 അതേ ക്രമം അനുസരിച്ച് അടുക്കി അത് പ്രായമനുസരിച്ച് ഓരോരുത്തരായിട്ട് ചൂടി എല്ലാരും ദശപുഷ്പം ചൂടിക്കഴിഞ്ഞിട്ട് പിന്നെ മംഗലയാതിര പാടി തുടങ്ങിയ പിന്നെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടാം. തിരുവാതിര തീർന്നിട്ടില്ലെങ്കിൽ നേരം വെളുക്കുന്നവരെ കളിക്കാം. തിരുവാതിര തീരുകയാണെങ്കിൽ എല്ലാരും നിർത്തും. പക്ഷെ എന്നാലും ഉറക്കമൊന്നുമില്ല. ഈ തിരുവാതിര നേരം വെളുക്കുന്നവരെ ഉറങ്ങാതെ ഇരിക്കും, ഉറക്കളച്ചിരിക്കും. അരിയാഹാരം കഴിക്കില്ല. മകയില നേദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കില്ല. ഗോതമ്പോ അതുപോലെ ഏതെങ്കിലും ഒക്കെ തന്നെ കഴിക്കുള്ളൂ. അത് ചില പ്രാവശ്യം 2 ദിവസം വേണ്ടി വരും. തിരുവാതിര താമസം പിറ്റേ ദിവസം കൂടെ ഉണ്ടെങ്കിൽ. തിരുവാതിര കഴിഞ്ഞാലേ അരിയാഹാരം കഴിക്കുകയുള്ളൂ. ഇത്രയും വ്യത്യാസം. പിന്നെ തിരുവാതിര തീരുന്ന സമയമാകുമ്പോൾ തീർന്നു കഴിയുമ്പം ഈ നിർത്തുന്ന പാട്ട് 40-ാം വിളക്കിലെ നറുനെയ്യും പകർന്നിട്ടെന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് പാടി മംഗളം പോലെ നിർത്തി വിളക്ക് തൊഴുത് തുടങ്ങുമ്പോഴും തൊഴുത് ഈ വാൽക്കണ്ണാടി എടുത്ത് തൊഴുത് അതേപോലെ നിർത്തുമ്പോഴും വാൽക്കണ്ണാടി എടുത്ത് വിളക്ക് തൊഴുതിട്ട് നിർത്തും. അതാണ് നമ്മൾ തിരുവാതിരയ്ക്ക് ആഘോഷത്തോടുകൂടി ചെയ്യുന്ന പരിപാടികൾ.